പ്രിയമുള്ളവരെ, ഒരുപാട് പേർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. മനസ്സിലാക്കി കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ വെള്ളിയാഴ്ച, ആഴ്ചകളുടെ നേതാവ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസം. നിമിതങ്ങൾ പറഞ്ഞു, ജുമാ ദിവസം വളരെ ചുരുങ്ങിയ ഒരു നേരമുണ്ട്. അപ്പോൾ അടിമ പ്രാർത്ഥിക്കുന്നതെന്തും സ്വീകരിക്കാതിരിക്കില്ല. ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സുഹീഹായ ഹദീസാണിത്. പ്രിയരെ, പക്ഷേ വെള്ളിയാഴ്ച ആ സമയം ഏതാണെന്ന് മുത്തനിബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ സമയത്തെ പറ്റി പൂർണ്ണ ഉറപ്പും ആർക്കും പറയാനാകില്ല. എങ്കിലും പ്രസ്തുത സമയത്തെ പറ്റി പല നിഗമനങ്ങളും ഉണ്ട്. ഹദീസിൽ പറഞ്ഞത് പറയാം. വെള്ളിയാഴ്ച സുബ്ഹ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ദുആക്ക് ഉത്തരം ലഭിക്കും. വെള്ളിയാഴ്ച സുബ്ഹ് ബാങ്ക് കൊടുക്കുന്ന സമയം ആണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി തങ്ങളുടെ അഭിപ്രായ പ്രകാരം വെള്ളിയാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയമാണെന്നാണ്. വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ച ശേഷമുള്ള ആദ്യ മണിക്കൂർ ഉത്തരം കിട്ടുമെന്ന് ചിലർ പറയുന്നു. മഹാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വെള്ളിയാഴ്ച പകലിലെ അവസാന 3 മണിക്കൂർ ഉത്തരം ലഭിക്കും. വെള്ളിയാഴ്ച ജുമുഅക്ക് ബാങ്ക് വിളിച്ചതു മുതൽ ഏത് മണിക്കൂറും ഉത്തരം കിട്ടുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ വെള്ളിയാഴ്ച ഇമാം നിസ്കാരത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള മുഴുവൻ സമയം ഇജാബത്ത് ഉണ്ടാകും. ചിലർ പറയുന്നു, വെള്ളിയാഴ്ച ഉച്ച മുതൽ അസ്തമയം വരെയുള്ള സമയം ഉത്തരം കിട്ടിയേക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വെള്ളിയാഴ്ച ജുമുഅ ബാങ്കിനും നിസ്കാരത്തിനും ഇടയുള്ള സമയം ഉത്തരം കിട്ടും. ഇമാം മുസ്ലിം, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ ഇരുന്നതു മുതൽ നിസ്കാരം തീരുന്നതിനിടയിലുള്ള സമയം ഉത്തരം കിട്ടുന്നതാണ്. ചിലർ പറയുന്നു, ഖുതുബ തുടങ്ങി അവസാനിക്കുന്നതിനിടയിലുള്ള സമയം, 2 ഖുതുബകൾക്കിടയിൽ ഇമാം ഇരിക്കുന്ന സമയം, ഇമാം മിമ്പറിൽ നിന്ന് നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയം, ജുമുഅ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്ന സമയം, ഇഖാമത്ത് കൊടുത്തതു മുതൽ നിസ്കാരം പൂർണ്ണമാകുന്നത് വരെയുള്ള സമയം, ഇതെല്ലാം ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് മഹത്തുക്കൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന ആ സമയങ്ങൾ നമ്മൾ മനസ്സിലാക്കി പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.